ഈ വന്ന ആളെ എനിക്കറിയാം. റാഹി ഇരാറ്റുപേട്ടക്കാരനാണ്, MSFന്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. ഇതൊക്കെ എനിക്കറിയാം. അയാളെ ആരോ പറഞ്ഞതാണ്. കാരണം ഒരു ധർമ്മം ഒന്നുമില്ല. ഞാൻ ഇത്ര പ്രായമുള്ള ഒരാളല്ലേ, അയാളോട് കാണിക്കുന്ന മര്യാദയില്ലേ, അവർ സംസാരിക്കുന്ന രീതി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈരാറ്റുപേട്ടക്കാരനാണ്, എൻ്റെ വീട് ഈരാറ്റുപേട്ട തന്നെയാണ്, കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന ഈരാറ്റുപേട്ട നഗരസഭയിലെ 14-ാം വാർഡിൽ താമസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അതിൽ ഒരു തെറ്റുമില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഞാൻ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പേരുള്ള ഒരു സംഘടനയിൽ പ്രവർത്തിച്ച ആളാണ്. അതിൻ്റെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ പ്രസിഡന്റ് സ്ഥാനത്തും നാം പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ കുറേ ആളുകൾ ഭാഗമാകാറുണ്ട്. അങ്ങനെ ഞാൻ ഒരു മുസ്ലിം ലീഗ് പിൻബലമുള്ള ഒരു സ്ഥലത്ത് നിന്ന് ജനിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ മുസ്ലിം ലീഗ് ഐഡിയോളജിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആളാണ്. MSF ായിരുന്നു. അരുവിത്തറ സെന്റ് ജോർജ് കോളേജിൽ BCom പഠിക്കുന്ന സമയത്തൊക്കെ കോളേജ് രാഷ്ട്രീയത്തിൽ സജീവമായി ഉണ്ടായിരുന്നു. അങ്ങനെ MSFന്റെ ഭാരവാഹിയായി പ്രവർത്തിച്ചു വന്നയാളാണ്. അത് പറയുന്നതിൽ അത് വെള്ളാപ്പള്ളി നടേശൻ പുറത്ത് പറഞ്ഞിട്ട് അറിയേണ്ട കാര്യം എന്നെ അറിയാവുന്ന ആളുകൾക്കില്ല. കാരണം എൻ്റെ ഓരോ സാമൂഹ്യ മാധ്യമ ഇടപെടൽ നോക്കിയാൽ കാണാം, അവിടെ എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും മറച്ചു വെച്ച് നിലപാടെടുക്കുന്ന ഒരാളല്ല. എന്നെ അറിയാവുന്ന എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് പറഞ്ഞത്. പിന്നെ തീവ്രവാദി എന്ന ചാപ്പ അദ്ദേഹം കുത്തിയതിനെക്കുറിച്ച് ഞാൻ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു അരുൺകുമാർ. കാരണം എന്നെ അറിയാവുന്ന, നമ്മളെവിടെയെങ്കിലും ഇരുട്ടത്തൊളിച്ച് ജീവിക്കുന്ന മനുഷ്യനൊന്നുമല്ലോ, സമൂഹത്തിൽ ജീവിച്ചു വരുന്ന ആളുകൾക്കറിയാവുന്ന മനുഷ്യർക്കിടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. തന്നോട് ചോദിച്ചില്ലടൂ, ഒരാൾ ചോദിച്ചാൽ അത് എൻ്റെ അനുഭവത്തിൽ അതുണ്ട്, അത്ര മാത്രമേ. ഇനി കൂടുതൽ അതിനെ പറ്റി ചോദിക്കാം. അതല്ല അല്ല അല്ല അതല്ല നിങ്ങൾ ചോദിച്ചാൽ മതി. അത് തീവ്രവാദ പ്രവർത്തനം കൊണ്ട് അറിയാവുന്നതുകൊണ്ട് അത് വ്യക്തമാക്കേണ്ട സമയത്ത് ഞാൻ വ്യക്തമായിക്കൊള്ളാം. പ്രവൃത്തി കൊണ്ടാണ് അറിയുന്നത്. അതെ, തീവ്രവാദി എന്ന് പറഞ്ഞാൽ മതതീവ്രവാദി എന്നുള്ളതല്ല. അയാൾ ആരായിരുന്നു എന്നും അയാൾ MSFന്റെ പ്രവർത്തനമായിരുന്നു. തന്നോട് ചോദിച്ചില്ലടൂ, ഒരാൾ ചോദിച്ചാൽ അത് എൻ്റെ അനുഭവത്തിൽ അതുണ്ട്, അത്ര മാത്രമേ. ഇനി കൂടുതൽ അതിനെ പറ്റി ചോദിക്കാം. ഒന്നുമില്ല വേറെ ഒന്നും വേണ്ട. അയാൾ വന്ന് ഈ സാധനം കൂടെ എന്തിനാ എന്റെ കുത്തിപ്പിടി അടുത്ത വാക്കാണെന്ന് നിങ്ങൾക്ക് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ടും ഒരാള് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവകാശവും ഇത് ഉള്ളതുകൊണ്ട് അത് ഞാൻ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം. ഒരാള് ചോദ്യം ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ഇടക്ക് കയറി വന്ന് ഇങ്ങനെ അല്ല, ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. തന്റെ ചോദ്യം ഒരു മറുപടി തരാൻ ഞാൻ വേറൊരാൾ ഇങ്ങനെ ഇതുപോലെ ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ഇയാൾ കയറി ഇങ്ങനെ വിളിക്കുന്നു. എനിക്ക് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് അപേക്ഷ കൊടുത്തിട്ട് ഞാൻ പറയും ഇവിടെ ഇരുന്നുണ്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളതല്ലെന്ന് ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. ശിവഗിരിയാണ്. എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ ശിവഗിരി ഇരുന്ന് മതവിദ്വേഷം പറഞ്ഞു ഒന്ന് വരുത്താനുള്ളതാണ് അവരുടെ ഉദ്ദേശം. അത് എത്രയോ നാളായിട്ട് തുടങ്ങി. മുസ്ലിം ലീഗിന് എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. തെക്കൻ ജില്ലകളിലേക്ക് നോക്കുമ്പോൾ അവര് മറ്റു മലപ്പുറത്തിന് കണക്ക് മാത്രമാണല്ലോ പറയുന്നത്. മറ്റു ജില്ലകളിലെ കണക്ക് പരിശോധിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ അയാളൊന്ന് ചോദ്യം ഉത്തരം ഞാനത് പറഞ്ഞില്ല. എയ്ഡഡ് അല്ല, അൺഎയ്ഡഡ് ആണ്. അത് പറഞ്ഞില്ല. അൺഎയ്ഡഡ് കോളേജ് ഒരെണ്ണം സ്വാശ്രയ നമ്മുടെ അന്ന് കിട്ടിയ ഒന്നല്ലല്ല, ഒരുപാട്. ഉമ്മൻചാണ്ടി എന്ത് സ്വാശ്രയം കിട്ടി ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലത്താണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 13 ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലത്ത് 13 തന്നിട്ടുണ്ട്.